പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരത്തിന് തയ്യാറെടുക്കുകയാണ് കുടുംബത്തിലെ 3 പേരും മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ഈ ആഴ്ച സമരം ആരംഭിക്കുമെന്ന് പിതാവ് ജയപ്രകാശ് പറഞ്ഞു. കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ജയപ്രകാശ് ആരോപിച്ചു. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ഇതിന്റെ തെളിവാണ്. നിയമോപദേശം പോലും തേടാതെയാണ് VCയുടെ നടപടി. കേസ് അട്ടിമറിക്കാൻ VCയും കൂട്ടുനിൽക്കുന്നുവെന്നും ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ 33 എല്ലാവരെയും സസ്പെൻഷൻ റദ്ദാക്കും ഈ VC അല്ലെങ്കിൽ ഈ സർക്കാർ ചെന്നിട്ട് അത് തന്നെ ചെയ്യുന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പുതിയ VC വന്നിട്ടും അവർ ഇപ്പോൾ VCയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ കുറ്റമുക്തമാക്കുക എന്നുള്ള രീതിയിലാണ് പുതിയ VC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. VC അവർ ഫസ്റ്റ് പടി ചെയ്തു, 33 പേരെ അത് സസ്പെൻഡ് ചെയ്തു. അവർ ഇപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്ത 33 പേരാ. അതല്ലാതെ ഞാൻ പറഞ്ഞ 33 പേരോ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടല്ല. VC ആരോടും ചോദിക്കാത്ത ഒരു നടപടിയെടുക്കാതെ വേറെ ഒരു നിയമോപദേശമോ കാര്യമൊന്നും തേടിയിട്ടില്ലെന്ന് അറിയുന്നത്. VC ഇപ്പോൾ അടുത്ത് പറയും സിദ്ധാർത്ഥൻ സ്വയം മുറിവേൽപ്പിച്ചു, ശരീരത്ത് സ്വയം മുറിവേൽപ്പിച്ചു, ആന്തരിക മുറിവേൽപ്പിച്ചു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്ത് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് ഈ ജയിലിൽ കിടക്കുന്ന എല്ലാവരും തുറന്നുവിടും. അതിന് VCക്ക് നല്ലൊരു ഓഫർ കാണുമായിരിക്കും, ഇല്ലയെന്ന് പറയാനില്ല. സുനീഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനീഷ, VCക്കുള്ള ഉറപ്പ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ CBI അന്വേഷണം തുടങ്ങാത്തതിനാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും പറയുന്നു. എന്താണ് അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളുടെ പരാതി? സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് മുഖ്യമന്ത്രി ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നത്. അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് നേരിട്ട് തന്നെ സിദ്ധാർത്ഥന്റെ പിതാവിനായിരുന്നു ഈ ഉറപ്പ് നൽകുകയും ചെയ്തത്. പിന്നാലെ തന്നെ ഉത്തരവിറക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. CBI അന്വേഷണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ് വീട്ടുകാർ പ്രധാനമായും പറയുന്ന കാര്യം. അതായത് നേരത്തെ ഉറപ്പ് നൽകിയത് അന്ന് തങ്ങളുടെ വാ മൂടിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമായിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. തിരഞ്ഞെടുപ്പ് സമയമായിരുന്നു, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആളിക്കത്തുന്ന സമയമായിരുന്നു, മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്ത വരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വാമൂടിക്കെട്ടൽ എന്നൊരു തന്ത്രത്തിന്റെ ഭാഗമായി സർക്കാർ ചെയ്തൊരു നീക്കം മാത്രമായിരുന്നു അന്നത്തെ CBI അന്വേഷണം എന്നതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കാരണം യാതൊരു വിധത്തിലുള്ള തുടർ നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ ഡൽഹിയിലേക്ക് എത്തേണ്ട കത്ത് ഇതുവരെ കേരളത്തിൽ നിന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നതടക്കമാണ് കുടുംബം നേരത്തെ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെയും ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന്. ഇപ്പോൾ ഏതായാലും വീണ്ടും ഈ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായി പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു പ്രതിഷേധവുമായി കുടുംബത്തിലെ 3 പേരും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക്, വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നു കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് പിതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ തന്നെ കോളേജിലെ 33ഓളം വിദ്യാർത്ഥികളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് VC കടന്നിരിക്കുകയാണ്. ഇതും കേസിലെ തെളിവുകൾ മായ്ച്ചു കളയാനുള്ള തന്ത്രമാണ് എന്നത് തന്നെയാണ് പറയുന്നത്. കാരണം പുതിയ VC വന്നു. പക്ഷേ VC വന്നപ്പോഴും ഇപ്പോഴും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു. CBI അന്വേഷണം പ്രഖ്യാപിച്ച് ഇപ്പോൾ തണുത്ത മട്ടിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെയെങ്കിലും കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 33ഓളം വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളൊക്കെ തന്നെയും ഇനി യാതൊരു വിധത്തിലും ഉള്ള ഒരു നടപടികളും നേരിടാതെ തന്നെ തിരികെ എത്തുമെന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് കുടുംബമുള്ളത്. ഏതായാലും എങ്ങനെയെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് കുടുംബം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ തനിക്ക് ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി കുടുംബം പ്രതിഷേധിക്കുമെന്നാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയോ കൂട്ടുപിടിച്ചുകൊണ്ടല്ല, കുടുംബത്തിലുള്ളവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ ആന്റി റാഗിങ്ങിന്റെ റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് കഴിഞ്ഞ മാസങ്ങളായി സിദ്ധാർത്ഥ ഇതേ രീതിയിൽ റാഗിങ് അനുഭവിച്ചിരുന്നു എന്നതാണ്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് കൃത്യമായ ഒരു നടപടി ഇതിൽ ഉണ്ടാകുന്നില്ല? പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല? ഈ ഒരു നടപടികളിലേക്കോ അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാനോ എന്തുകൊണ്ട് കൃത്യമായി തയ്യാറാകുന്നില്ല എന്നതടക്കം കുടുംബം ചോദിക്കുന്നു. ഏതായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിരിക്കുകയാണ്. നികേഷ്.